ഹലോ നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഇന്നത്തെ ഗോ ലൈവ് ചലഞ്ച് ഡേ 15 അൽഹംദുലില്ലാഹ്, താങ്ക് ഗോഡ്, നന്നായിട്ട് തന്നെ പോകുന്നു. അധികം ആൾക്കാരെ ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ചലഞ്ചിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ബിസിനസ് ഇൻഫോർമേഷനും തരാനുള്ള ഉദ്ദേശമുണ്ട്. അത് അധികം ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എൻ്റെ കമൻറ്റിൽ നിന്നും ആൾക്കാർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ നിന്നും മനസ്സിലാവുന്നത്. ഞാൻ ആ ബിസിനസ് ഇൻഫോർമേഷൻ ഈ ഗോ ലൈവിലൂടെ ഒക്കെ തരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആൾക്കാർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടെന്നും വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, താങ്ക് ഗോഡ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കും ഞാൻ വിചാരിക്കുന്നതല്ല, എനിക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബിനാറാണ്. ഫ്രീ വെബിനാർ വാച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ വെബിനാർ വാച്ച് ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സമ്മറി തരുമോ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് എന്നുള്ളത്. അപ്പം ഞാൻ തരാം. പക്ഷെ ഞാനിപ്പം പറയുന്നു, വെബിനാർ എന്ന് പറയുന്നത് ഒരു 90 മിനിറ്റ്സ് വെബിനാറാണ്. നമ്മുടെ ബിസിനസ് മോഡലിനെ പറ്റിയിട്ട് ഫുള്ള് പറയുന്നതാണ്. നിങ്ങൾ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ 90% ചിലപ്പോൾ 100% ഇൻഫോർമേഷൻ ഈ ബിസിനസ്സിനെ പറ്റിയിട്ട് കിട്ടുന്നുണ്ട്. അത് എനിക്ക് എത്രമാത്രം ഈ 10 മിനിറ്റ്സ് ഞാൻ അധികം ഗോ ലൈവ് അധികം കൂടുതൽ കൊണ്ടുപോകാറില്ല, ആൾക്കാരെ ബോറടിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ട്. അപ്പം ഈ 10 മിനിറ്റ്സിൽ 10 മിനിറ്റ്സിൽ എനിക്ക് അത്ര പറയാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരാം. അത് എൻ്റെ ആസ് എ മെൻറ്റർ എൻ്റെ കടമയാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, മീൻസ് എത്രയോ ആൾക്കാർ ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട് ഒരു ജോബ് വേണ്ടിയിട്ടും, ജോബിനല്ല പൈസക്ക് വേണ്ടിയിട്ട് തന്നെ ഏൺ ചെയ്യാനുള്ളത് ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട് എല്ലായിടത്തും. ഈ കാനഡ മാത്രമല്ല, ലോകം ഫുള്ള് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ലോകം ഫുള്ള് ആൾക്കാർ, എത്രയോ ജോബില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ഉപകാരപ്പെടും. അതുകൊണ്ട് ആസ് എ മെൻറ്റർ ഞാനും ഒരു കടമയാണ് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മറി പറയണം എന്നുള്ളത്. എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാനിവിടെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറയാം, ഈ ഫ്രീ വെബിനാറിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അത് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങൾക്കത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു, അവിടെ തീർന്നു എല്ലാ കാര്യങ്ങളും. ഇനി അഥവാ നിങ്ങൾക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ ഇഷ്ടമാവാത്ത അവിടെ ഉണ്ടാവില്ല. മോഡൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ മുമ്പിൽ പോകേണ്ടുള്ളൂ. അപ്പം നിങ്ങൾ വെബിനാർ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും വെച്ചിട്ടാണ് വെബിനാറിന് സൈനപ്പ് ചെയ്യേണ്ടത്. അത് സൈനപ്പ് ചെയ്യാൻ ഇമെയിൽ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്കൊരു സ്പാം ഇമെയിലോ ഒരു വേണ്ടാത്ത ഇമെയിലോ ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് വരില്ല. ഇതിൻ്റെ പേഴ്സണൽ ലിങ്ക്, ഈ വെബിനാറിൻ്റെ പേഴ്സണൽ ലിങ്കാണ് നിങ്ങൾക്ക് വരുന്നത് ആ ഇമെയിലിൽ. ആ പേഴ്സണൽ ലിങ്ക് എനിക്ക് പോലും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്ലാറ്റ്ഫോം അത്രയും സെക്യൂർഡാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. അത് എല്ലാവർക്കും അങ്ങനെ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ ബിസിനസ് ഓണേഴ്സിൻ്റെ ഒക്കെ, നമ്മുടെ പോലെയുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ ഒക്കെ കൺസേൺ ആവും അത്. അഥവാ നമ്മുടെ ഫൗണ്ടേഴ്സ് അല്ല, നമ്മുടെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോം പബ്ലിക്കിൽ എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെയൊക്കെ സെക്യൂരിറ്റിന് അത് ഒരു ചലഞ്ചാണ്. അതൊക്കെ ഞങ്ങൾക്കും കൺസേൺ ആണ്. അതൊക്കെ കൊണ്ടാണ് ഫസ്റ്റ് മുതൽ ഒരു ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹമുള്ള, ശരിക്കും ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ള, ബിസിനസ്സിനല്ല ശരിക്കും ഒരു എക്സ്ട്രാ ഇൻകം, ഒരു ഈസി ആയിട്ടുള്ള വേല എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഫ്രീ വെബിനാർ കാണലും പിന്നെ മുമ്പോട്ട് പോകേണ്ടതും പാടുള്ളൂ, അല്ലേ? അല്ലാണ്ട് എല്ലാം ഫ്രീ വെബിനാറായിട്ട് പോകുന്ന അവിടെ ഇവിടെയുള്ള ആൾക്കാരുടെ വിൻഡോ ഷോപ്പിംഗ് പോലെ ചെയ്യാൻ പാടില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫ്രീ വെബിനാറിന് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്ന് പറയുന്നു. അത് നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ലെങ്കിൽ വെബിനാർ കാണാൻ, ആവശ്യമില്ലെങ്കിൽ അത് അവിടെ നിർത്താം. അപ്പോൾ ഈ ഫ്രീ വെബിനാറിൽ ഈ 90 മിനിറ്റ്സ് 1.5 hour എടുത്തും ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിപ്പം എനിക്ക് എത്ര കണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല. ഞാനിപ്പോൾ അതുപോലെ പറയണമെങ്കിൽ എനിക്കൊരു ബോർഡും മാർക്കറും ഒക്കെ വേണം. അതില്ല എൻ്റെ അടുത്ത്. അത് നിങ്ങൾക്ക് പിന്നെ ഈ വെബിനാറൊക്കെ കണ്ട് കഴിഞ്ഞ് നിങ്ങൾ പിന്നെ മൂവ് ഫോർവേഡ് ചെയ്തു. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒരു 1-on-1 നിങ്ങൾക്കൊരു 1 to 2 hour സെഷന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മീൻസ് എൻ്റെ മെൻറ്ററിൻ്റെ കൂടെയും എൻ്റെ കോച്ചിൻ്റെ കൂടെയും, നിങ്ങളുടെ കോച്ചും ആയിരിക്കും, 1-on-1 മെൻറ്റർ എൻ്റെ ആയിരിക്കും. ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ ഇൻകം സ്ട്രീമാണ് ഇതിലുള്ളത്, അത് ഏതൊക്കെ നിങ്ങൾക്ക്
നിങ്ങൾ തന്നെ പറയും നിങ്ങൾക്ക് ഏതാ പറ്റുന്നുള്ളത്, അതിന് ഇൻഫോർമേഷനൊക്കെ തന്ന് അതൊക്കെ വെച്ചിട്ട് അന്നേരം തന്നെ ഡിസൈഡ് ചെയ്യണം എന്നൊന്നുമില്ല. അതൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനുള്ള നേരമാണ് നമ്മുടെ ഫുൾ ബോർഡും പരിപാടികളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അതിപ്പം ഞാനിപ്പോൾ സമ്മറി പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഒരു ആക്ച്വൽ ബിസിനസ്, ഫിസിക്കൽ അല്ലാന്നേ ഉള്ളൂ, പക്ഷെ ആക്ച്വൽ ബിസിനസ് നമുക്ക് ഒരു ഓൺലൈൻ സ്പേസിൽ നമുക്ക് സെറ്റപ്പ് ചെയ്ത് തരികയാണ് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സാധാരണ ഒരു ഫിസിക്കൽ ഷോപ്പാണെങ്കിൽ ഇതും ഒരു ഫിസിക്കൽ ഷോപ്പ് അല്ലാന്നുള്ളൂ, ഓൺലൈൻ ഷോപ്പ്. ഓൺലൈൻ ഷോപ്പിൽ എന്തൊക്കെ വേണം? മാനുഫാക്ചർ വേണം, അല്ലേ? ഉണ്ടാക്കുന്ന ആൾക്കാർ വേണം. അത് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ 50 years ആയിട്ട് ഈ മാർക്കറ്റിലുള്ള ഒരു ജപ്പാനീസ് കമ്പനി, മെഡിക്കൽ ഗ്രേഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഹൈ കമ്മീഷൻ തരുന്ന ഒരു പ്രൊഡക്ട്സ് ഉള്ള കമ്പനിയാണ് നമ്മുടെ മാനുഫാക്ചർ. പിന്നെ സപ്ലയറും അവർ തന്നെയാണ്, ആവശ്യമുള്ളവരും അവർ സപ്ലൈ ചെയ്യും. പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതും അവരാണ് ചെയ്യുന്നത്. നിങ്ങളൊന്നും അറിയുന്നില്ല, മാനുഫാക്ചറിങ്ങിനെ പറ്റി അറിയുന്നില്ല, സപ്ലയറിനെ പറ്റിയിട്ട് അറിയുന്നില്ല, ഡിസ്ട്രിബ്യൂട്ടറിനെ പറ്റി അറിയുന്നില്ല. പിന്നെ റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയും ഷോപ്പ് ഓണറാണ് നമ്മൾ, പക്ഷെ ഓൺലൈൻ ഷോപ്പ് ഓണർ. പിന്നെന്താ പറയാ, പിന്നെ ഇതൊക്കെ വാങ്ങിക്കാനുള്ള റീറ്റെയിലർ നമ്മൾ ഷോപ്പ് ഓണറാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റമറും വേണം. കസ്റ്റമർ എങ്ങനെ നമ്മുടെ കയ്യിലെത്തും? അതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതും. പിന്നെ ബിസിനസ് പ്ലാറ്റ്ഫോം, നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ്. ഈ ബിസിനസ് പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് പുറത്തേക്ക് എത്തിക്കും. അത് ആവശ്യമുള്ളവർ നമ്മുടെ കയ്യിലേക്ക് വരും, നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് തേടി വരും. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് തേടി വരും നമ്മുടെ വെബ്സൈറ്റിലൂടെ. ഓക്കെ, ഒരു വെബ്സൈറ്റും ഫോണുമാണ് നമ്മുടെ ഓഫീസ്. അതിലൂടെ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവരുമായിട്ടുള്ളത് അങ്ങനെ പല പല ക്ലയൻസ് ഉണ്ട്, അവരുടെ കൂടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഓൺലൈൻ ഷോപ്പ് നമുക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് തരുന്നു. ആ ഷോപ്പ് നമ്മുടെ ഓട്ടോമേറ്റഡ് ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് തരുന്നു നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. 8 years ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 237,000 പീപ്പിൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് ഈ പുതിയ വരുന്ന ആൾക്കാരെയും പ്ലഗ് ഇൻ ചെയ്യുന്നു. പുതിയ ആൾക്കാരതും ബിസിനസ് പ്ലഗ് ഇൻ ചെയ്യുന്നു. ഓട്ടോമേറ്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഓഫ് ദി നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. 10% നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കണം. ഓക്കെ, 90% എന്ന് പറയുന്നത് ഈ നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ക്ലയന്റിലേക്ക് എത്തിക്കും, ക്ലയന്റ് നിങ്ങളോട് അടുത്തേക്ക് വരും. അതൊക്കെ ചെയ്യുന്നത് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. ഈ 10% നമ്മൾ കുറച്ച് ചെയ്യാനുണ്ട്. ആ 10% എന്താണെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പിന്നെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോം ഏതെല്ലാം ഇൻകം സ്ട്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെ ഇൻകം സ്ട്രീം ഉണ്ടെന്നും അതിൽ ഏതൊക്കെ ഇൻകം സ്ട്രീം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾ പറ്റുന്ന അതൊക്കെയുള്ള ഇൻഫോർമേഷൻ നമുക്ക് എങ്ങനെ കിട്ടാൻ? ട്രെയിനിങ്. അതാണ് ഒരു വലിയൊരു കാര്യം. ഓക്കെ, ട്രെയിനിങ്ങും നമ്മുടെ ഒരു ട്രെയിനിങ് സൈറ്റ് ഉണ്ട് നമ്മുടെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ട്രെയിനിങ് ആണ്. പക്ഷെ സോ സിമ്പിൾ ആക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. എല്ലാ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ടു എൻഡ് ട്രെയിനിങ് അതിലുണ്ട്. പിന്നെ എല്ലാ ദിവസവും പുതിയ ട്രെയിനിങ് അല്ല അവർ പിന്നെയും അതിലേക്ക് ഇടുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിന് വേണ്ടിയിട്ടും. മീൻസ് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, വലിയ വേൾഡ് ക്ലാസ് നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ കേൾക്കുന്ന അവരതൊക്കെ സ്പീച്ചും ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സ്പീച്ചും നമ്മുടെ ഫൗണ്ടേഴ്സ് അവരെല്ലാമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മുടെ ട്രെയിനിങ് സൈറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓൺ സ്പേസിൽ റെക്കോർഡാണ് എല്ലാം നമുക്ക് ഇഷ്ടം മാതിരി ഓൺ സ്പേസിൽ വാച്ച് ചെയ്യാം. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് വേറെ സംഭവം. മൈൻഡ് സെറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് ഈ ബിസിനസ് നടത്താനുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത് മാക്സിമം 5 to 6 minutes ഉള്ള കുട്ടി ട്രെയിനിങ് ആണ്. അത് ഏത് ഭാഷയിലും കിട്ടും. നമ്മുടെ മലയാളത്തിൽ വരെ അത് അവൈലബിൾ ആണ്. എല്ലാ ഭാഷയിലും അതുണ്ട്. ആ മലയാളം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ, പക്ഷെ അത് ഞാനൊക്കെ ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. നമുക്ക് മലയാളമാണ് കംഫർട്ട് ആണെങ്കിലും പറയാനൊക്കെ നമ്മൾ അധികം ആൾക്കാരും ചെയ്യുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. ഇനി മലയാളത്തിൽ വേണോ ഹിന്ദിയിൽ വേണോ ഏത് ഭാഷയിൽ വേണമെങ്കിലും അത് നമുക്ക് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതേപോലെ കിട്ടുന്നുണ്ട്. അപ്പം ആ
ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരം തന്നെ തീർത്തണമെന്നില്ല. നമുക്ക് പകുതി വെച്ചിട്ട് ഓഫാക്കാം. ഇനി മക്കളെ കാര്യം പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി പിന്നെയും വന്നിട്ട് പിന്നെയും റിമൈൻഡ് ചെയ്തിട്ട് ചെയ്യുക. എല്ലാം വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് ആണ്. അതുപോലെ നോക്കിയിട്ട് ആ വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് ഈ കോപ്പി ആൻഡ് പേസ്റ്റല്ല, കോപ്പി ചെയ്യുന്ന പോലെ നമ്മുടെ ലാപ്ടോപ്പോ നമ്മുടെ ഫോണോ വെച്ചിട്ട് നമുക്കത് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ ട്രെയിനിങ് നടത്തണമെന്നൊന്നുമില്ല. എവിടെ നിങ്ങളിപ്പോൾ വെക്കേഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ വെക്കേഷൻ സ്പോട്ടിൽ ഇരുന്നിട്ടും ഈ ട്രെയിനിങ് സൈറ്റ് എവിടെ വേണമെങ്കിലും നമ്മുടെ ബിസിനസ് പ്ലാറ്റ്ഫോമിൻ്റെ സൈറ്റ് എവിടെ വേണമെങ്കിലും ആക്സസിബിൾ ആണ്. അത് HTTPS ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ എൻട്രിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്വേഡും നിങ്ങൾക്കുള്ള ലോഗിനും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങളുടെ ഫോൺ കയ്യിലുണ്ടാവണമെന്നേ ഉള്ളൂ. അതാണ് ഒരു മിനിമം റിക്വയർമെൻറ്റ്. നിങ്ങളുടെ വെബ്സൈറ്റും നിങ്ങളുടെ ഫോണുമാണ് നിങ്ങളുടെ ഓഫീസും. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് വെച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യും അല്ലേ? അതാണ് നടക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് എടുക്കണം. അതൊക്കെയാണ് നമ്മുടെ 10% കയ്യിൽ നിന്ന് നമ്മുടെ അടുത്തുനിന്ന് കൊടുക്കാനുള്ളത്. നമ്മുടെ ട്രെയിനിങ് ഇല്ലാണ്ട് പഠിക്കാണ്ട് ഒന്നും കാര്യമില്ല. പഠിക്കുന്നത് മീൻസ് എക്സ്പീരിയൻസ്, പഴയ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. പഴയ എക്സ്പീരിയൻസ് എന്നല്ല, ബിസിനസ് എക്സ്പീരിയൻസ് ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര ടെക്നിക്കൽ നോളജ് ഉള്ളവരാണെന്ന് വേണമെന്നില്ല. ഈ ഫേസ്ബുക്കിൻ്റെ ഞാനിപ്പം ബിസിനസ് പേജിലൂടെയാണ് എൻ്റെ ഗോ ലൈവ് നടത്തുന്നതും എൻ്റെ ഒരു ഇൻകം സ്ട്രീമാണ് മെൻറ്ററിങ്. അതിനെ പറ്റിയിട്ട് ആ മെൻറ്ററിങ് ഞാൻ നടത്തുന്നതും, മെൻറ്ററിങ് അല്ല ഞാനിപ്പോൾ നടത്തുന്നത്, ഞാൻ മെൻറ്റർ ആണെന്ന് നിങ്ങൾ അറിയിക്കുന്നതാണ് എൻ്റെ ഇൻകം സ്ട്രീമിലേക്ക് എനിക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഈ ഫേസ്ബുക്ക് ബിസിനസ് പേജ് ആവശ്യമുണ്ട്. ഞാൻ ബിസിനസ് പേജ് തുടങ്ങിയത് ഞാൻ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഒരു 10 കൊല്ലം 15 കൊല്ലം ഉപയോഗിക്കാതിരുന്ന് വെച്ചതായിരുന്നു. അതിപ്പം ഈ ബിസിനസ് തുടങ്ങിയപ്പോഴാണ് ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത് ബിസിനസ് പേജും കൂടെ ചെയ്തു. ആ ബിസിനസ് പേജൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ്ങിൻ്റെ ഇതാണ്. ആ ബിസിനസ് പേജ് മാത്രമല്ല, ഈ നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്കും നമ്മൾ ഈ വെബ്സൈറ്റിലല്ല, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചെയ്യുന്നേരം നമ്മൾ നല്ല സെക്യൂരിറ്റി നോക്കണം അല്ലേ? എത്രയോ സൈബർ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ മീൻസ് എത്രയോ കാലങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള സൈബർ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഇതിലുണ്ട്. അവരെല്ലാം നമുക്ക് ട്രെയിനിങ് തരുന്നത്. അപ്പോൾ ഞാൻ പറയാം, എത്രയോ സെക്യൂർഡ് ആയിട്ട് വെക്കുന്നതാണ്. ഈവൻ നമ്മുടെ ബിസിനസ് പേജ് എങ്ങനെ സെക്യൂർ ആക്കണം, മീൻസ് ആൾക്കാരൊന്നും വന്നിട്ട് ഫിഷിംഗ് ഒന്നും നടക്കാൻ പാടില്ല. ഈവൻ നമ്മുടെ ശരിക്കുള്ള ഫേസ്ബുക്ക് ആരെങ്കിലും വന്ന് നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. ചിലപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ടാവും, എൻ്റെ അടുത്തൊന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആരും ആക്സെപ്റ്റ് ചെയ്യരുത്, ആരും ഉണ്ടാക്കിയതാണ്. പിന്നെ ആൾക്കാരൊക്കെ മണി ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞിട്ടും വാട്സാപ്പിലൂടെ വന്നിട്ട്. അതൊക്കെ എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ള ട്രെയിനിങ്ങും നമുക്കുണ്ട്. ഫേസ്ബുക്കിൻ്റെ പേജിലും നമുക്കറിയാം, കുറേ ആൾക്കാർക്കൊക്കെ അറിയാം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് അത് സെക്യൂർഡ് ആക്കാന്നുള്ളത്. പക്ഷേ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പം പല സെക്യൂർ ട്രിപ്പും ഞാൻ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചായിരുന്നു, ഞാൻ ഈ 10-15 കൊല്ലമായിട്ട് ഫേസ്ബുക്ക് അവിടെ തുറന്നു വെച്ചിട്ട് ഞാനത് സെക്യൂർഡ് അല്ലാതാണല്ലോ വെച്ചിട്ടുള്ളത് എന്നുള്ളത് എത്ര റിസ്കി ആയിട്ടാണ് അത് അവിടെ ഓപ്പൺ ആയിട്ട് കിടന്നതെന്നുള്ളതും ഞാൻ അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിഹേവിയറും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ബിഹേവിയറും അത് ഈ ബിസിനസ്സിലൂടെ നമ്മൾ നന്നാക്കുന്നുണ്ട്. അത് ഈ ബിസിനസ്സിന് മാത്രമല്ല, നമ്മൾ എത്രയോ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് പല വാട്സാപ്പ് അക്കൗണ്ട് അല്ല, വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ ചെയ്യുന്നവരൊക്കെ എല്ലാം സെക്യൂർ ആയിട്ട് തന്നെ ഉപയോഗിക്കണം. അതുപോലെ ഏതെങ്കിലും ഒരു AI വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കത്തും, ഇത് AI ആണ്. അത് പലർക്കും കത്തും, ബിസിനസ് ഇല്ലാത്തവർക്കും കത്തും. പക്ഷെ നമുക്കൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ് AIനെ പറ്റി, AI ട്രെയിനിങ്ങും AI എങ്ങനെ ഉപയോഗിക്കാം, എൻ്റെ തന്നെ എനിക്ക് AI ഇമേജ് എന്നെ ഉണ്ടാക്കാം, എൻ്റെ സൗണ്ട് എന്നെ മിമിക് ചെയ്തിട്ട് എനിക്ക് അതുപോലെ സൗണ്ട് ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് AI അല്ല കേട്ടോ, ഞാൻ തന്നെ പറയുന്നതാണ്. പക്ഷെ ഇതുപോലെ ഇതേ ബാസിൽ ഇതേ ടൈപ്പിൽ എങ്ങനെ എൻ്റെ സ്പീച്ച് എനിക്ക് ഉണ്ടാക്കാം. നമ്മൾ പലതും കാണാറുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ വരെയും ആൾക്കാർ വർത്തമാനം പറയുന്നത് കാണിക്കാറുണ്ട്. അവരെ അതേ സൗണ്ടിൽ അവരെ ലിപ്പൊക്കെ ചെയ്തിട്ട് അതൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്.
വീഡിയോ എഡിറ്റിംഗ് ടൂള്, ട്രെയിനിങ് എല്ലാം തന്നെ നമുക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു വീഡിയോ കണ്ടാലോ ഒരു ആരെങ്കിലും നമ്മുടെ വാട്സാപ്പിലൊക്കെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഇത് കത്തുന്നുണ്ട്, ഓക്കെ ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതൊക്കെ കത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഇൻഫോർമേഷനും കുറേ നോളജും ഒക്കെ നമ്മുടെയൊക്കെ ഓട്ടോമാറ്റിക്കലിയാണ് നമ്മൾ വരുന്നത്. അതുപോലെ ഒന്നാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ളത്. നെഗറ്റിവിറ്റിയിലേക്ക് പോവാതെ പോസിറ്റിവിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കുറേ ട്രെയിനിങ് ഒക്കെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്തു വരികയാണ്. നമ്മുടെയൊക്കെ പഴയ 5 മാസം മുമ്പേയുള്ള ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. എന്നോട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ പഴയ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ വേറെ ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പോൾ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ ബിസിനസ് ഓൺലൈൻ സ്പേസിൽ നമുക്ക് അങ്ങനെ തന്നെ ഒരു പാക്കേജായിട്ട് നമുക്ക് തരുന്നതാണ്. പിന്നെ ഒരു 90% ഓട്ടോമേറ്റഡ് സിസ്റ്റം ഡീൽ ചെയ്തോളും, 10% ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുക. അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്നത് 1 മണിക്കൂർ എടുത്തിട്ടാണ്. എനിക്കൊരു നല്ലൊരു IT ജോബ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ബ്രേക്കിൽ ഞാൻ കുറച്ച് സ്പീച്ചൊക്കെ കേൾക്കും. മീൻസ് പുതിയ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് ട്രെയിനിങ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്. ട്രെയിനിങ് ഒക്കെ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ടൂളൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതെല്ലാം പക്ഷേ ഈ ബിസിനസ്സിന് വേറൊരു പ്രത്യേകത ഉള്ളത് ഒരു മൈൻഡ് സെറ്റ് എപ്പോൾ നന്നായിരിക്കണം. നമ്മൾ ഡള്ളായി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ജോബ് തുടങ്ങിക്കഴിഞ്ഞ് ഈ ജോബ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് വരുന്ന ഇൻപുട്ടും അതുപോലെ ആയിരിക്കും. അപ്പം നമ്മുടെ മൈൻഡും നന്നായിരിക്കണം. അത് ഈ ബിസിനസ്സിന് മാത്രമല്ല, അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ല. അപ്പം അതാണ് 10% ട്രെയിനിങ് എടുത്തിട്ട് നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അലോൺ ആയിരിക്കില്ല. നിങ്ങളുടെ കൂടെ 1-on-1 മെൻറ്ററായിട്ട് ഞാനുണ്ടാവും. അത് എനിക്കൊരു ഇൻകം സ്ട്രീം ആയതുകൊണ്ട് എൻ്റെ ബാധ്യതയാണത്, എൻ്റെ കടമയാണത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ കൂടെ ഒരു കോച്ചുണ്ട്. കോച്ചിന് നല്ല വിവരമുള്ള ആളാണ്, എന്നെക്കാട്ടി നല്ല വായനയും മീൻസ് നമ്മുടെ ബിസിനസ്സിന് മാത്രമല്ല നമ്മുടെ പല കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഇതുള്ള ഒരാളാണ് നമ്മുടെ കോച്ച്. എല്ലാ കോച്ചും അങ്ങനെയാണ്. എൻ്റെ കോച്ച് മെലീനിയാണ്. അതേ കോച്ചായിരിക്കും ഞാൻ മെൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോച്ച് തന്നെയായിരിക്കും നിങ്ങളുടെ കോച്ചും. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇഷ്ടംമാതിരി ഉണ്ട്. ഒരാളും ഇതിൻ്റെ ഫൗണ്ടേഴ്സ് തന്നെ ഞാൻ വിചാരിക്കും ഒരു ഫൗണ്ടേഴ്സും നമ്മുടെ ടീം ലീഡ് ഞാനൊക്കെ നല്ല ടീം ലീഡാവാൻ നോക്കാറുണ്ട്. നമ്മുടെ ടീം എങ്ങനെയാണെന്നുള്ളത്, ടീം മെമ്പേഴ്സ് എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് അവരെ ലീഡിനെ അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം അതുപോലെയാണ് നമ്മുടെ ഫൗണ്ടേഴ്സ് നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളതാണ്. അവർ ടോപ്പ് ബില്യണർ ആയതാണ്. പക്ഷെ അവരിപ്പോഴും വന്ന് ഇത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതും ഇത്രയും ആൾക്കാരെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതും ഓരോ ആഴ്ചയും വന്നിട്ട് അവർ നമ്മളോട് വർത്തമാനം പറയാറുണ്ട്. എത്രയോ ആൾക്കാർ അപ്പോൾ പറയുന്നത് കേൾക്കുന്നേരം അവർ തന്നെ പറയുവാറുണ്ട്. എത്രയോ ആൾക്കാർ അവരോട് താങ്ക്സ് പറയുന്നു, അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. മീൻസ് എത്രയോ ആൾക്കാരെ ലൈഫ് ചേഞ്ച് ചെയ്ത ആൾക്കാരാണ് ഇത്. വിചാരിച്ച് നോക്കുക, ഒരു കുറേ 3-4 മക്കളുള്ള ഒരു മോമ് പുറത്തൊന്നും പോവാതെ മക്കളെ നോക്കി, ഇനി പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിനെയും നോക്കി വീട്ടിലിരുന്നിട്ട് ഏണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ച് നോക്ക്, അവരുടെ ലൈഫ് അത് ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ എത്രയോ ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവർക്കും വേണ്ടത്. അവർ പറയാറുണ്ട് ഞങ്ങൾ ഈ ലോകത്തുനിന്ന് പോകുന്നതിന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ ഇപ്പോൾ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതേ മൈൻഡ് സെറ്റാണ് ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കും പ്രശ്നമാണ് ഇതായിട്ട്, പക്ഷെ അത് തന്നെ വരും ഇതായിട്ട്. നമ്മുടെ ആ ട്രെയിനിങ്ങും നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ട്രെയിനിങ്ങും അവരതും എല്ലാം തന്നെ കേൾക്കുന്നേരം നമുക്ക് വരും. ഒരു മാൽഫങ്ഷനും നടക്കാൻ സംഭവിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് എത്രയോ പെനാൽറ്റി ഫൈന് നമുക്കുണ്ട്. എന്തെങ്കിലും ഒരാൾ നമ്മളെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് വേറെ ഒരാളും തട്ടിയെടുക്കൂല. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടേതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാ മറ്റുള്ളവർ സഹായിക്കുള്ളൂ. അപ്പം അതാണ് ഈ ബിസിനസ്സിനെ പറ്റിയുള്ള സമ്മറി ഇപ്പോൾ കൂടുതലായി തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ എൻകറേജ് ചെയ്യുന്ന ഈ ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഉള്ളതല്ല, കുറച്ചൊരു ഇൻകം വേണമെന്നുള്ളതും പല ഇൻകം സ്ട്രീം ചെറിയൊരു ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ലെജിറ്റ് ആയിട്ടുള്ള ബിസിനസ്, എക്സ്പീരിയൻസ് വേണ്ടാത്ത ബിസിനസ്,
ടെക്നിക്കൽ നോളജ് വേണ്ടാത്ത ബിസിനസ്, ഫുൾ ട്രെയിനിങ് തരുന്ന ബിസിനസ്, ഫുൾ സപ്പോർട്ടുള്ള ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്കൊരു ഇൻകം ഒരു എക്സ്ട്രാ ഇൻകം ആണോ അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണോ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വെബിനാർ ഒന്ന് കാണുക. അപ്പം എനിക്ക് പറയുന്നതിനും പരിധിയുണ്ട് ഇതായിട്ട്, പക്ഷേ ഞാൻ മാക്സിമം പറഞ്ഞു തരും. ഇനിയിപ്പോൾ നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ എൻ്റെ ഏതെങ്കിലും വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ DM ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പറയും, ഞാൻ ഇൻഫർമേഷൻ തരും. ഇനി എനിക്ക് അറിയാത്ത ഇൻഫർമേഷനാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കോച്ചിനെ അപ്രോച്ച് ചെയ്തിട്ട് അത് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ കോച്ചിനും അറിയില്ലെങ്കിൽ നമ്മുടെ മീൻസ് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കും. അങ്ങനെയൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അതാണ് പറയുന്നത്. അപ്പോൾ ഫ്രീ വെബിനാറാണ് നിങ്ങളുടെ ആദ്യത്തെ ഇത്. ഞങ്ങൾ ഇന്ന് ട്യൂസ്ഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ വെബിനാർ ഉണ്ട്. ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. Tuesdays and Thursdays ആണ്. Tuesday 8 PM ആണ്. അപ്പോൾ ഇന്നുണ്ടത്. അപ്പം ഞാൻ ഒരു റീല് പുതിയ ഇതിൻ്റെ ഒരു ഇന്നത്തെ വെബിനാറിൻ്റെ ഒന്നും കൂടെ ഞാൻ ഒരു റീലായിട്ട് ഇടും, അതിപ്പോൾ ഒരു പോസ്റ്റായിട്ട് ഇതിലിടും. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് റീപ്ലേ ആയിട്ടും കാണും. 8 PM തന്നെ കാണുന്നില്ല, അത് പിന്നെ റെക്കോർഡായിട്ട് വരും, റീപ്ലേ ആയിട്ട് കാണും. പക്ഷെ ആ റീപ്ലേ കിട്ടണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും ഇതായിട്ട്. അത് അങ്ങനെ പരസ്യമായ സംഭവമല്ല ഇതായിട്ട്. അപ്പോൾ ഞാൻ പറയാം, ഇത്രയും നടക്കുന്ന ബിസിനസ് പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രി ആർക്കും അങ്ങനെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ട് കൊടുക്കാൻ കഴിയില്ല. അതാണ് അത് പബ്ലിക്കായിട്ട് പോവാത്തത്. അപ്പോൾ ആ വെബിനാറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ തരും. പിന്നെ അതുപോലെ ഇനി അഥവാ എന്നെ കോൺടാക്ട് ചെയ്യണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, www.riyafazil.com, എൻ്റെ പേര് .com. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിലും അതിലൊന്ന് ജസ്റ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. രജിസ്റ്റർ ചെയ്യുന്ന സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് അതിൽ വരും. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ആയിട്ട് അവിടെ കിടക്കുകയല്ല, നിങ്ങൾ വെബിനാർ കാണാനുള്ള സൈനപ്പാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് വരും. പിന്നെ അതുപോലെ ഞങ്ങളുടെ രണ്ട് കാര്യമായിട്ടുള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യണം. പക്ഷെ അത് പ്രൈവറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. പക്ഷെ അതിലിഷ്ടം നമ്മുടെ എല്ലാം തന്നെ ഉണ്ട്, എല്ലാ ബിസിനസ് ഓണേഴ്സും അതിലുണ്ട്. പിന്നെ അവരുണ്ടാക്കുന്ന ഇൻകം വരെ അവരവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മീൻസ് ഒന്നും സീക്രട്ട് അല്ല ഇതായിട്ട്, ഒന്നും ആരും സീക്രട്ട് അല്ല. എത്രയോ ആൾക്കാർ ഇതൊരിക്കലും സാച്ചുറേറ്റഡ് ആവാത്ത ബിസിനസ്സാണ്, ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ ഈ ജപ്പാനീസ് കമ്പനി ഇനിയും അവർക്ക് ആൾക്കാർ ആവശ്യമുണ്ട്. അവർക്ക് എത്ര അഡ്വർടൈസ്മെൻറ്റ് കൂടുന്നോ അത്രയും നല്ലതാണ്. അപ്പം ഇതൊരിക്കലും സാച്ചുറേറ്റഡ് ആവാത്ത ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷനോ പരിപാടികളോ ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മുടെ ഇൻകം ഇതിൽ വരുന്നത്. ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് എടുക്കുന്നത്, ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഫുൾ ടൈം ആയിട്ട് എടുക്കുന്നത് എന്നെക്കാട്ടും കൂടുതൽ, എൻ്റെ ഫുൾ ടൈം ഇൻകത്തിനെക്കാട്ടും കൂടുതൽ ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെ ജോബൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് ഇത് മാത്രം ഇറങ്ങിയിരിക്കുന്ന, ഇത് മാത്രം ചെയ്യുന്ന ഇഷ്ടം മാതിരി ബില്യണറായ ആൾക്കാരൊക്കെ ഉണ്ട്. 3 വീടൊക്കെ എടുത്ത് മോർഗേജൊക്കെ പേ ഓഫ് ചെയ്ത ആൾക്കാരൊക്കെ നമ്മൾ ഈ ബിസിനസ് ഞാൻ പറഞ്ഞ ഈ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ഇനി അവരത് പറയുന്നത് അവരെ ഞാനത് ഇത് ചെയ്തെന്ന് പറയാണ്ടിട്ടല്ല, ഞങ്ങൾക്ക് എങ്ങനെയാണ് അവരെ കോൺടാക്ട് ചെയ്യുക, അവരെ ഇൻ്റർവ്യൂ ചെയ്യാം, അവർ അവൈലബിൾ ആയിരിക്കും. മീൻസ് എല്ലാവരും ഒരു ഗിവിങ് ബാക്ക് ടു കമ്മ്യൂണിറ്റി മോഡിലാണ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. മീൻസ് ഈ ബിസിനസ് എന്നാണ് അവർക്ക് ഇതുണ്ടായിട്ടുള്ളത്, ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അവരത് ഗിവിങ് ബാക്ക് ടു കമ്മ്യൂണിറ്റി, അതാണ് ഞാൻ പറയുന്നത്. ഫൗണ്ടേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയാണ് ഇങ്ങോട്ട് വരെ താഴോട്ട് വരെ വരാൻ. എല്ലാവരും ഗിവിങ് ബാക്ക് ടു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു മോഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അവരുടെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്നതും അവരുടെ സക്സസ് സ്ട്രാറ്റജീസ് നമ്മളോട് ഷെയർ ചെയ്യുന്നതും. നമ്മളൊക്കെ അതൊക്കെയാണ്. ഈ ഗോ ലൈവ് ചാലഞ്ചൊക്കെ അതിന് ഭാഗമാണ്. ഗോ ലൈവ് ചാലഞ്ച് ഞാൻ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നു, വെബിനാർ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടൈമിൽ ഒരു ½ ആൻ അവറൊക്കെ മതി ഒരു ദിവസം. അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാകുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും ഡിജിറ്റായിട്ടുള്ള ബിസിനസ്സാണ്. അപ്പം വെബിനാർ കാണുക. ആ വെബിനാറിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഓക്കെ, താങ്ക് യു.